ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ഫിലിപ്പോസ് ഈശോയോട് പറയുന്ന ഒരു കാര്യമാണ്. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, അത് മതി എന്ന് പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയാണ് ഫിലിപ്പോസിൻ്റെ ആ ഈശോയുള്ള റിക്വസ്റ്റ്, ഈശോയുള്ള അപേക്ഷ നാം കാണുന്നുണ്ട്. ഇവിടെ ഫിലിപ്പോസ് യേശുവിനോട് ആവശ്യപ്പെടുന്ന പിതാവിനെ കാണിച്ചു തരാനാണ്. ഈ ഫിലിപ്പോസിൻ്റെ അഭ്യർത്ഥന നമ്മൾ വായിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് വരുന്നത് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 12-ാം വാക്യത്തിൽ മോശ പിതാവിൻ്റെ പറയുന്ന പോലെയാണ്. മോശയുടെ അഭ്യർത്ഥനയാണ്. സീനായ് മലയിൽ വെച്ച് മോശയും മറ്റ് നേതാക്കന്മാരും ദൈവത്തെ കണ്ടതുപോലെ ദൈവമഹത്വം കാണാൻ ഫിലിപ്പോസ് ആഗ്രഹിച്ചു. അപ്പോൾ യേശുവിൻ്റെ പ്രതികരണം എന്താണ്? ഫിലിപ്പോസെ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് യേശു ഫിലിപ്പോസിൻ്റെ പ്രതികരിച്ചു. താൻ കാണിക്കാൻ ശ്രമിച്ച ഒരാളെ ശിഷ്യന്മാർ കണ്ടിട്ടോ? താൻ കാണിക്കാൻ ശ്രമിച്ച ഒരാളെ ശിഷ്യന്മാർ കണ്ടിട്ടുണ്ടോ എന്ന് യേശുവരെ ചോദിച്ചിരിക്കാം. യേശുവിൻ്റെ പ്രതികരണം എന്താണത്? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ദുഷ്കരമായ സമയങ്ങളിൽ വിശ്വാസികൾക്കും ശിഷ്യന്മാർക്കും എല്ലാവർക്കും ആശ്വാസം പകരുന്ന ഒരു വചനമാണ്. ക്രിസ്തു നമ്മെ സഹായിക്കുമെന്ന് പരിശുദ്ധാത്മ നമ്മെ നയിക്കുകയും പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുന്ന എന്നതിൻ്റെ വലിയൊരു സത്യമാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ത്രിത്വത്തിൻ്റെ വലിയ രഹസ്യമാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ഇതുകൊണ്ടാണ് പ്രിയമുള്ളവർ ജോൺ ഓഫ് ദ ക്രോസ് പറയുന്നത്, യേശുവിൻ്റെ സുഹൃത്തുക്കൾ എന്ന് അവകാശപ്പെടുന്നവർ യേശു ക്രിസ്തുവിനെ വളരെ കുറച്ച് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അവർ യേശുവിനിൽ അന്വേഷിക്കുന്നത്, യേശു പറയുന്നത് യേശുവിൻ്റെ കുരിശുമരണത്തിന് ഏതാനും ദിവസങ്ങൾ മുന്നേ നമ്മളൊന്നും യേശുവിൻ്റെ സങ്കടത്തെക്കുറിച്ചോ യേശുവിൻ്റെ സഹനത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. മറിച്ച് നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ യേശുവിന് പറയുകയാണത്. നമ്മുടെ ഒരു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് അത് നേടാനുള്ള ആഗ്രഹമാണ്. പ്രിയമുള്ളവരെ, എങ്കിൽ തമ്പുരാൻ്റെ സഹനത്തിൻ്റെ വഴിയിലൂടെയും തമ്പുരാനും പിതാവും പുത്രനും ഒന്നാണെന്നുള്ള ചിന്ത ആയിരുന്നുകൊണ്ട് പിതാവിനെ, പുത്രനെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലെ സഹനത്തിലും ദുഃഖത്തിലും വേദനയും എല്ലാം കാണുവാൻ സാധിക്കുന്നതാണ് വലിയ ആത്മീയ ശക്തി. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനുമായ കർത്താവിൽ ത്രിത്വൈക ദൈവത്തെ കണ്ടുകൊണ്ട് ആ ത്രിത്വൈക ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് യേശുവിൻ്റെ സഹനത്തിൽ പങ്കാളികളാകുവാൻ തക്ക തരത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. ഈ ദിവസം നാം നേരിടുന്ന ഏത് സഹനത്തിൻ്റെ അവസ്ഥയാണെങ്കിലും ഏത് ദുഃഖത്തിൻ്റെ അവസ്ഥയാണെങ്കിലും തമ്പുരാൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് സഹിക്കുവാനും ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ദിവസം ത്രിത്വൈക ദൈവത്തിൻ്റെ മഹാരഹസ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് യേശു കാണിച്ചു തന്ന വഴികൾ, യേശു കാണുന്ന സത്യത്തെ സ്വീകരിച്ച് മുന്നേറുവാൻ നമുക്ക് സാധിക്കാം. അപ്പോൾ ഫിലിപ്പോസിൻ്റെ കർത്താവ് പറഞ്ഞ കാര്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. യേശുവിനെ കാണുന്നവർ പിതാവിനെ കാണുന്നു. എങ്കിൽ ഫിലിപ്പോസിൻ്റെ കർത്താവ് പറഞ്ഞ പോലെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാകട്ടെ നമ്മുടെ ജീവിതമെന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകരമയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.